ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. കഴിഞ്ഞ വീഡിയോയിൽ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷനെ കുറിച്ചാണ് വിശദീകരിച്ചത്. ഈ വീഡിയോയിൽ പ്രിപ്പോസിഷൻ ഓഫ് ടൈം, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്നിവയെ പറ്റി വിശദമായി മനസ്സിലാക്കാം. വാക്കുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കുന്ന ചെറിയ വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തതായി പ്രിപ്പോസിഷൻ ഓഫ് ടൈം നോക്കാം. ഇത് സമയത്തെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ: അറ്റ്, കൃത്യസമയത്തെ കാണിക്കുന്നു. അറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. എക്സാമ്പിൾ: മൈ ഇൻ്റർവ്യൂ ഈസ് അറ്റ് 10 AM. ഓൺ, ദിവസങ്ങളുടെയും തീയതികളുടെയും കൂടി ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് with days and dates. He left for Dubai on 10th December. 4. ഒരു പ്രവൃത്തിയുടെ ദൈർഘ്യം കാണിക്കുന്നു. Shows duration of an action. Example: he has been working here for 6 months. From, പ്രവൃത്തി തുടങ്ങിയ സമയത്തെ കാണിക്കുന്നു. From shows the starting point of an activity. Example: I will be on vacation from 1st April to 15th April. In, ഒരു പ്രവൃത്തി എത്ര സമയത്തിനുള്ളിൽ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുമെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നു. In is used as a preposition of time to indicate a specific period. Example: they are getting married in April. Since, കഴിഞ്ഞ കാലവും വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ പറയാൻ ഉപയോഗിക്കുന്നു. ഷോസ് കണക്ഷൻ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. എക്സാമ്പിൾ: ദ പൈപ്പ് ഹാസ് ബീൻ ലീക്കിംഗ് സിൻസ് യെസ്റ്റർഡേ. അടുത്തത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ്. ഇൻ സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക ലൊക്കേഷനെ, പൊസിഷനെയാണ്. In indicates specific location or position. Example: she is in the room. On, ഉപരിതലത്തിലോ ഒരു പ്രത്യേക പോയിന്റിലോ ഉള്ള സ്ഥാനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. On is used to indicate position on a surface or a specific point. Example: the book is on the table. At, ഒരു പ്രത്യേക പോയിന്റിനെയോ ലൊക്കേഷനെയോ സൂചിപ്പിക്കുന്നു. At is used to specify a particular point or location. Example: I am at the park. Under, എന്തിൻ്റെയെങ്കിലും താഴെയുള്ള സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. Under is used to indicate a position beneath or below something. Example: the keys are under the book. Between, രണ്ട് കാര്യങ്ങളുടെ മധ്യത്തിലുള്ളവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. Signifies the position of something in middle of two things. Example: the car is parked between the two buildings. Beside, ഏതിൻ്റെയെങ്കിലും അടുത്തോ വസ്തുവോ ഉള്ള സ്ഥാനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. Indicating a position next to or at the side of something. Example: beside the shed was a huge mango tree. പ്രിപ്പോസിഷൻ്റെ വിവിധ കോണ്ടക്സ്റ്റിലുള്ള ഉപയോഗമാണ് നമ്മൾ നോക്കിയത്. ഉദാഹരണങ്ങളിൽ കൂടി പ്രിപ്പോസിഷനെ കുറിച്ച് ഒരു നല്ല ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.